നമ്മുടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് പ്രകടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു പ്രധാന ആശങ്കയുണ്ട്. നമ്മുടെ ജുഡീഷ്യറിയോട് ജനങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് വിശ്വാസ്യത നഷ്ടപ്പെടുന്നത്? ഈ അടുത്ത് ഇന്ത്യൻ ജുഡീഷ്യറിയും റഷ്യൻ ജുഡീഷ്യറിയും തമ്മിൽ നടക്കുന്ന ഒരു ആശയ സംവാദത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. എന്താണ് ഇപ്പം ജുഡീഷ്യറി നേരിടുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു ചലഞ്ച് വെല്ലുവിളി എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ബഹുജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ വെല്ലുവിളി. അതിന് ഒരു ഒറ്റമൂലി എന്ന നിലക്ക് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല നിയമത്തിൽ പരിജ്ഞാനമുള്ള, സ്വഭാവത്തിൽ ദൃഢതയുള്ള, നിയമ സംവിധാനത്തോട് പ്രതിബദ്ധതയുള്ള ജഡ്ജിമാരും വക്കീലന്മാരും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് നിലനിർത്താൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇപ്പോൾ പഴയ കാലമല്ല. മുൻപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകൾക്ക് അറിവില്ലാതിരുന്നൊരു കാലമുണ്ട്. അപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കെ വാദിക്കുന്ന വക്കീൽ മിടുക്കനായ വക്കീലാണെന്ന് കരുതിയിരുന്ന ഒരു കാലമാണത്. നമ്മുടെ വക്കീൽ മറ്റവനെ തകർത്ത് വിടുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞതെന്ന് ഇവനും അറിയില്ല, അവനും അറിയില്ല. കാരണം ഇവനറിയാവുന്ന ഭാഷയിലല്ല വക്കീൽ കോടതിയിൽ പറയുന്നത്. അന്ന് വക്കീൽ പറയുന്ന ഭാഷ മനസ്സിലാക്കാവുന്ന, കോടതിയുടെ ഭാഷ മനസ്സിലാക്കാവുന്നവരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾക്കിത് ലൈവായിട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. കാരണം നിങ്ങൾക്ക് കയറി കേൾക്കാം, ഇത് കാണാം, കേൾക്കാം. അപ്പോൾ ഈ വക്കീലന്മാർ, ഈ പ്രമുഖ വക്കീലന്മാരൊക്കെ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നവരൊക്കെ അവിടെ എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മിലോട്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്ക്. പുട്ടിന് പീര ഇടുന്നതിനേക്കാൾ കൂടുതലായിട്ട് യെസ് മിലോട്ട്, ആ മിലോട്ട്, ദറ്റ് ഈസ് വാട്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതിപ്പോൾ അങ്ങനെ പറയുന്നതാണ് വക്കീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം നാട്ടുകാരറിയുന്നുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നേരിടുന്ന വേറൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വരുന്നത്. അതായത് നിങ്ങൾ കംപ്ലൈൻറ്റ് ഫീഡ് ചെയ്യുക, അതിൻ്റെ മറുപടി ഫീഡ് ചെയ്യുക. അതിൽ നിങ്ങളെ ലോ പോയിൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇത് വെച്ചിട്ട് ഇതിൽ നിന്നൊരു പോസിബിൾ ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കാൻ ചാറ്റ് GPT പറഞ്ഞു കഴിഞ്ഞാൽ ആ മാന്യ വ്യക്തി നിങ്ങൾക്ക് ഉടനെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കി തരുകയാണ്. ആളുകൾക്ക് ഇത് കിട്ടുന്നു. ഇപ്പോൾ ഈ തൊഴിൽ മേഖല നേരിടുന്ന പ്രശ്നം മാത്രമല്ല ഇത്. ഈ അടുത്ത് ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചികിത്സിക്കാൻ വലിയ പ്രയാസമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന രോഗമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ ഈ ഹാൻഡ്സെറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഈ രോഗത്തെക്കുറിച്ച് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ശരിയല്ല എന്ന് ആദ്യം നിങ്ങളെ വിശ്വസിപ്പിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ഇത് വലിയ പ്രശ്നമാണ്. കാരണം മുറിവൈദ്യന്മാരുടെ എണ്ണം അത് കാരണം കൂടുന്നു. അവർ പറയുന്നു ഇന്നതാണ്, അപ്പോൾ ഇന്നതാണെന്ന് പറയും, ഇന്ന മരുന്ന് പറയും, അതിന് ഇന്ന സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് ഇവർ പറയുന്നു. പക്ഷേ എന്നാൽ ഇവർ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടില്ല. വൈദ്യശാസ്ത്രം പഠിക്കാത്ത വിഭാഗം വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് വൈദ്യശാസ്ത്രം പഠിച്ചവരോട് പറയുമ്പോഴുള്ളൊരു പ്രശ്നം, നിയമം പഠിക്കുകയും ആ നിയമത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്യുന്നവരോട് ഇതൊന്നും അറിയാത്തവർക്ക് കൂടി പറയുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി വിധിന്യായങ്ങൾ വരെ എഴുതി ഉണ്ടാക്കാമെന്ന് കരുതുകയും ചെയ്യുന്നൊരു സമൂഹത്തിൽ
നമുക്ക് ജുഡീഷ്യറിയുടെ വിശ്വാസ്യത നിലനിർത്തുക എന്നത് വളരെ പരമപ്രധാനമായൊരു കാര്യമാണ്. അത് ജഡ്ജിമാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഈ അഭിഭാഷകരെന്ന് പറഞ്ഞാൽ ഓഫീസർ ഓഫ് ദ കോർട്ടാണ്. അത് മറന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മൾ ധരിക്കുന്നത് വക്കീലിന് കോടതിയിൽ പോയിട്ട് എന്തു നുണയും തൻ്റെ കക്ഷിക്ക് വേണ്ടി പറയാമെന്നാണ്. അങ്ങനെയല്ല. വക്കീലും കോടതിയിൽ നുണ പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമം. നുണ പറയാൻ പാടില്ല. അല്ലാതെ ഞാൻ വക്കീലായതുകൊണ്ട് എൻ്റെ കക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് നുണയും ഇല്ലില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഓഫീസർ ഓഫ് ദ കോർട്ടാണ്. കോടതിയെ സഹായിക്കുന്നതിന് വേണ്ടി നിയുക്തനാക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വക്കീൽ. അപ്പോൾ വക്കീലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ന്യായയുക്തമായ ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ജഡ്ജിയെ സഹായിക്കലാണ്. അല്ലാതെ എൻ്റെ കക്ഷിക്ക് വേണ്ടിയിട്ട് ഞാൻ വാദിച്ച് ശരിയാക്കുന്നതല്ല. പക്ഷേ നമ്മുടെ വക്കീലന്മാരെല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാറില്ല. അവരുടെ കക്ഷിക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവരുടെ ആർഗ്യുമെൻ്റ് എത്ര യുക്തിശൂന്യമാണ്. ഇപ്പോൾ മനു അഭിഷേക് സിംഘി, കപിൽ സിബൽ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ ഈ ആർഗ്യുമെൻറ്റ്സ് എത്ര ഇല്ലോജിക്കലാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം അവരുടെ കക്ഷിക്ക് വേണ്ടിയിട്ട് യുക്തിശൂന്യമായ കാര്യങ്ങൾ, നിയമത്തിൽ സമ്മതമില്ലാത്ത കാര്യങ്ങൾ നിയമത്തിൽ സമ്മതമുണ്ട് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അതൊക്കെ കൂടി വന്നിട്ട് ഇപ്പോൾ സംഭവിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, അതാണ് ആ വാക്ക്. നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്, ആ ഭരണമാണ് നടക്കുന്നത്. അപ്പോൾ നീതി നടപ്പിലാക്കണം. അതിനിടക്ക് വന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വന്ന്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ യുക്തിശൂന്യമായ കാര്യം ഇത് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ യുക്തിശൂന്യമായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് എഴുതി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ജഡ്ജിമാർക്ക് പ്രയാസമുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വിവരം വെച്ചതാണോ പ്രശ്നമായിട്ട് പറയുന്നത്? ജനങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിവരം വെച്ചതല്ല, യഥാർത്ഥത്തിലുള്ള വിവരമില്ലാതെ വിവരമുണ്ട് എന്നൊരു ധാരണ ഈ ചാറ്റ് GPT നൽകുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ വേണ്ടല്ലോ. ഇതിനകത്തൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, യന്ത്രത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല, മനുഷ്യന് തെറ്റുപറ്റും. മനുഷ്യന് തെറ്റുപറ്റും എന്ന് വന്നു കഴിഞ്ഞാൽ സൂക്ഷ്മത്തിൽ ശരി ചെയ്യാനും മനുഷ്യന് കഴിയും. ആ സൂക്ഷ്മത്തിൽ ശരി ചെയ്യാൻ യന്ത്രത്തിന് പറ്റില്ല. നിങ്ങൾ കൊടുത്തതേ നിങ്ങൾക്ക് യന്ത്രം തരുള്ളൂ. ഇൻപുട്ട് ആണ് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇൻപുട്ട് മോശമാണെങ്കിൽ എന്തും മോശമായിരിക്കും, ഔട്ട്പുട്ടും മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻപുട്ടാണ് വളരെ, ആ ഇൻപുട്ടിൻ്റെ സൂക്ഷ്മത നോക്കി, അതിനാണ് ഈ നോളജ് എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അറിവ്, ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനിലുള്ള വിശ്വാസം മാത്രമല്ല, തനിക്ക് ഈ തന്നിൽ വിശ്വാസമുള്ളതെന്നും താൻ നിയമം വിട്ടൊരു കാര്യം ചെയ്യാത്തവനാണ് എന്നുമുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുകയും വേണം. അതാണ് ഇൻറ്റഗ്രിറ്റി. ചില്ലറ മേടിക്കാത്തവനാണ്, അഴിമതിക്ക് വഴങ്ങാത്തവനാണ്, സ്വജനപക്ഷപാതമില്ലാത്തവനാണ്, തന്നോട് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിയമം വളച്ചൊടിക്കുന്നവനല്ല. അതാണ് ഇൻറ്റഗ്രിറ്റി. ആ ഇൻറ്റഗ്രിറ്റിയും പിന്നെ എന്ത് വേണം? കമ്മിറ്റ്മെൻറ്റ്. ഈ ജുഡീഷ്യറിയും ഈ സിസ്റ്റവും നിലനിന്നാലേ ഈ ലോകം നിലനിൽക്കൂ, നമ്മുടെ രാജ്യം നിലനിൽക്കൂ, നമ്മുടെ സമൂഹം നിലനിൽക്കൂ എന്ന വിശ്വാസത്തോടു കൂടി ആ വിശ്വാസത്തിനനുസൃതമായിട്ട് ജീവിക്കാനുള്ള പ്രതിജ്ഞ, ഇതൊക്കെ വേണം എന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും ഇത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്.